ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതൊരു ബയോഗ്രഫിക്കൽ സ്കെച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുമ്പോൾ ജീവചരിത്രക്കുറിപ്പ്. ഇതിൽ ജീവചരിത്രക്കുറിപ്പായിട്ട് പറയുന്നത് ഈ ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ആളുടേതാണ്. ആൾ ആരാണെന്ന് നോക്കുകയെന്ന് വെച്ചാൽ ഹീസ് എ ഫേമസ് ഷെഹനായി പ്ലെയർ അയാളൊരു മ്യൂസിഷ്യനാണ്. ഷെഹനായി എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരാളാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്നത്. ആൾ തന്നെയാണ് ആ ഒരു ഷെഹനായി എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ വളരെ ഫേമസ് ആക്കിയതും ആൾ തന്നെയാണ്. ഹി വാസ് ദ വൺ ഹു ബോട്ട് ഷെഹനായി ടു ദ ലൈം ലൈറ്റ് ആൻഡ് to the music that he conferred to the top of 4 civilian national awards and many international awards. അപ്പോൾ ആൾ ഈ ഒരു ഷെഹനായി എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ ലൈം ലൈറ്റിലോട്ട്, അതായത് ആളുകൾ കാണുന്ന വെള്ളി വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്നു എന്നത് മാത്രമല്ല, ഈ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ആൾക്ക് ഏകദേശം 4 സിവിലിയൻ ബഹുമതികളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ട് ആളുടെ ലൈഫ് എങ്ങനെയാണ്, എവിടെ ജനിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ, ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് എ ഗ്രേറ്റ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ. ഹി വാസ് എ ഷെഹനായി പ്ലെയർ ഓർ എക്സ്പേർട്ട് ഇൻ പ്ലേയിങ് ഷെഹനായി. ഷെഹനായി എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നതിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ട് അറിയപ്പെടുന്ന ആളായിരുന്നു ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ആൾ. India is so proud of him because he took a simple instrument and made it as world famous. അപ്പം ഇന്ത്യയിൽ തന്നെ ഇയാൾ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യനെ ഇയാൾ പ്രൗഡാക്കിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ ഈ ഒരു സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് വേൾഡിൽ എല്ലാവരും അറിയപ്പെടാനുള്ള റീസൺ ഇയാൾ തന്നെയാണ്. ഈ ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അതിൻ്റെ പേരിൽ തന്നെ, അല്ലെങ്കിൽ അത്തരം കോൺട്രിബ്യൂഷൻസ് മ്യൂസിക്കിന് വേണ്ടി കൊടുത്തതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരുപാട് സിവിലിയൻ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഭാരത് രത്ന. ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത് 2001 അതാണ് ഇന്ത്യയിലത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. അതുപോലെ തന്നെ ഇയാൾക്ക് മറ്റ് 3 ഹയസ്റ്റ് റാങ്കിലുള്ള അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. ഇങ്ങനെ 4 ടോപ്പ് സിവിലിയൻ നാഷണൽ അവാർഡ്സ് ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സാണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇയാളുടെ ഒരു ഏർലി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആൾ ജനിക്കുന്നത് March 21 ബീഹാറിൽ. 1961 ഇയാൾ ജനിക്കുന്നത്. ഇയാളുടെ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിലും മ്യൂസിഷ്യൻസൊക്കെ ഉള്ള ഫാമിലി തന്നെയാണ് ഇയാളുടെ ഫാമിലി. ആളുടെ ഗ്രാൻഡ് ഫാദറാണ് ബിസ്മില്ല എന്നുള്ള ആ ഒരു പേര് ഇദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിളിക്കുന്നത് ആ ഒരു ഗ്രാൻഡ് ഫാദറാണ്. ഇയാളുടെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്, അതായത് ഉസ്താദ് ബിസ്മില്ല ഖാൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് കമറുദ്ദീൻ എന്നാണ്. പക്ഷേ ഗ്രാൻഡ് ഫാദർ ഇയാളെ വിളിച്ചിരുന്നത് ബിസ്മില്ല എന്നാണ്. ആൻഡ് ബിസ്മില്ല എന്ന് പറയുന്ന ആ ഒരു നെയിമാണ് പിന്നീട് അങ്ങോട്ട് നിലനിന്നത്. ദെൻ ഇയാളുടെ ആ ഒരു മ്യൂസിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അറ്റ് ദ ഏജ് ഓഫ് 6 വയസ്സുള്ള സമയത്ത് ഹി മൂവ് ടു വാരണാസി. അതായത് വാരണാസിയിലോട്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് മൂവ് ചെയ്തിട്ട് താമസിക്കുകയാണ്. ലേൺഡ് ഷഹനായി ഫ്രം ഹിസ് അങ്കിൾ അലി ബക്ഷ്. അതായത് ഇയാളുടെ അങ്കിളിൻ്റെ കയ്യിൽ നിന്നാണ് ഇയാൾ ആദ്യമായിട്ട് ഷഹനായി എങ്ങനെ പ്ലേ ചെയ്യാം എന്ന് പഠിക്കുന്നതൊക്കെ. ഇനി ഇയാളുടെ ഒരു ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രാക്ടീസ്ഡ് ഫോർ ലോങ് അവേഴ്സ് ഡെയിലി. ദിവസേന ഒരുപാട് മണിക്കൂർ ഈ ഷഹനായി ഇയാൾ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കളിക്കാനോ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ മീൽസ്, അയാൾ കഴിക്കുന്ന ഭക്ഷണം പോലും സ്കിപ്പ് ചെയ്തിട്ട് അയാൾ ഇതിൻ്റെ പ്രാക്ടീസിനായിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് പറയുന്നു. സോ ഇതൊക്കെയും ഇയാളുടെ ഒരു ഡെഡിക്കേഷനെയും ഡിസിപ്ലിനെയുമാണ് കാണിക്കുന്നത്. ദെൻ ഇതിൽ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇയാളുടെ ഒരു ഇൻസ്പിറേഷനും പ്രാക്ടീസിനും ഒക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇയാൾ പ്രാക്ടീസ് ചെയ്തിരുന്നത് മെയിൻലി ഗംഗാ നദീ തടങ്ങളിൽ നിന്നിട്ടാണ് ഇയാളുടെ പ്രാക്ടീസും മറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇയാളുടെ ആ ഒരു സൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ ഇൻസ്പയർഡ് ഹിസ് മ്യൂസിക്. ആളുടെ മ്യൂസിക്കിൻ്റെ സൗണ്ട് ശരിക്കും ഒരു വാട്ടർ ഫ്ലോയിങ് എങ്ങനെയാണോ അത്രയും ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള മ്യൂസിക്കാണ്. ആൾക്ക് ആ ഒരു ഫ്ലോയിങ് വാട്ടർ സൗണ്ട് കിട്ടുന്നത് ഗംഗാ റിവറിൻ്റെ നദിയുടെ ആ ഒരു നദീതടങ്ങളിൽ നിന്നിട്ട്
ഇയാൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇയാളുടെ മ്യൂസിക്കും ഏകദേശം ഒരു റിവർ ഫ്ലോ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. ആൻഡ് ഹീ ഈവൻ ക്രിയേറ്റഡ് ന്യൂ രാഗാസ്, അതായത് ഇയാൾ പുതിയ പുതിയ രാഗങ്ങൾ പോലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹി പ്ലേഡ് അറ്റ് വിശ്വാനന്ദ് ടെമ്പിൾ. ഹി വാസ് എ ഡിവോട്ടി ഓഫ് ഗോഡ് സരസ്വതി. അപ്പോൾ ഇയാൾ വിശ്വാനന്ദ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിളിലൊക്കെ ഇയാളുടെ ആ ഒരു ഷെഹനായി മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾ ഗോഡസ് സരസ്വതിയുടെ ഒരു വലിയ ഡിവോട്ടിയും കൂടിയാണ്, ഭക്തനും കൂടിയാണ് ഈ ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ കോൺട്രിബ്യൂഷൻസ് ടു മ്യൂസിക് നോക്കുകയാണെങ്കിൽ ഇയാളുടെ മുൻപ് ബിഫോർ ഹിം ഷെഹനായി വാസ് മെയിൻലി പ്ലേഡ് ഇൻ വെഡ്ഡിങ്സ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ ടെമ്പിൾസിലും വെഡ്ഡിങ്സ് സമയത്ത് മാത്രമാണ് ഈ ഷെഹനായി പ്ലേയിങ് നടന്നിരുന്നുള്ളൂ ഇയാളുടെ മുൻപ്. പക്ഷേ ഹി ബോട്ട് ഇറ്റ് ഇൻ ദ സ്റ്റേജ് ഓഫ് ക്ലാസിക്കൽ മ്യൂസിക്. അപ്പോൾ ഇയാളാണ്, അതായത് ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഇതിനൊരു ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലോട്ട് ഇതിനെ കൊണ്ടുവരുന്നത്. ആൻഡ് ഹിസ് പെർഫോമൻസ് മെയ്ഡ് ഷെഹനായി ഫേമസ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലുടനീളം അങ്ങനെ ഈ ഒരു ഷെഹനായി എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് വളരെ ഫേമസ് ആവാനുള്ള റീസണും ഇതൊക്കെ തന്നെയാണ്. ആൻഡ് ലവ് ഫോർ നേഷനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിനോടുണ്ടായിരുന്ന ഇയാളുടെ ഒരു നേഷൻ. അതുപോലെ തന്നെ ഈ ഒരു ലെസൺ നമുക്ക് തരുന്നൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. He played Shehnai on 15th August 1947 Independence Day at റെഡ് ഫോർട്ട്. അതായത് റെഡ് ഫോർട്ടിൽ ഇയാൾ ചെങ്കോട്ടയിൽ ഇയാൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഷെഹനായി പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രഡീഷൻ ഇയാൾ കാലങ്ങളോളം പിന്നെ കണ്ടിന്യൂവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഒരു രാജ്യത്തിനോടുള്ള അയാളുടെ ഒരു സ്നേഹമാണ് നമുക്കിതിലൂടെ മനസ്സിലാവുന്നത്. ആൻഡ് ഓൾസോ ഹി റിഫ്യൂസ്ഡ്, ആൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൻ ഓഫർ ടു സെറ്റിൽ ഇൻ ദ യു എസ് എ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അമേരിക്കയിൽ സെറ്റിൽ ആവാനുള്ള ഒരു ഓപ്ഷൻ ഇയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഓഫർ ഇയാൾ സെറ്റിൽ ചെയ്യാതെ, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ള ആ ഒരു ഓപ്ഷൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നിൽക്കുക, ഇന്ത്യയിൽ തന്നെ ഇയാളുടെ ആ ഒരു മ്യൂസിക്കൽ ലൈഫ്, ആളുടെ ലൈഫ് മൊത്തം ഇന്ത്യയിൽ തന്നെ തീർക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ആഗ്രഹം. സോ ഈ ഒരു മ്യൂസിക്കിലൂടെ ഇയാൾ പറയുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഹാസ് നോ കാസ്റ്റ്. മ്യൂസിക്കിന് പ്രത്യേകിച്ചൊരു ജാതിയോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞു ഇയാളൊരു ഗോഡസ് സരസ്വതിയുടെ ഡിവോട്ടിയാണെന്ന്. സോ ഇയാൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു പീസ് ആൻഡ് ബ്രദർഹുഡ്, അതായത് ഒരു സമാധാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഹിന്ദു മുസ്ലിംസ് തമ്മിലുള്ള ഒരു യൂണിറ്റിയും ഇയാൾ ഈ ഒരു മ്യൂസിക്കിലൂടെ ഇയാൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇയാളുടെ ഒരു ബയോഗ്രഫിയിൽ പറയുന്നത്. പിന്നെ ഇയാൾക്കൊരു വൈഫുണ്ട്. ഒരുപാട് ഷെഹനായി ആ ഒരു മ്യൂസിക്കിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇയാളുടെ പാർട്ട്ണറായിട്ട് വന്നിട്ടുള്ളതും. ആഫ്റ്റർ ദ ഡെത്ത് ഹി കോൾഡ് ഇറ്റ് ആസ് ബീഗം. അതായത് ആ ഒരു സ്ത്രീ മരിച്ചതിന് ശേഷം, ആളുടെ ഡെത്തിന് ശേഷം ഇയാൾ പറയുന്നത്, മറ്റുള്ളവരടുത്ത് പറയുന്നത് ബീഗം എന്നുള്ള പേരിലായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്ന ആൾ 2006 ഏകദേശം ആൾക്ക് 90 വയസ്സുള്ള സമയത്ത് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് മരിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ദിവസത്തിനെ നാഷണൽ മൗറിങ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഭയങ്കര പ്രധാനപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അന്നേ ദിവസം ഒരു ദുഃഖാചരണം പോലെ നമുക്ക് ഒരു സംഭവം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇയാളുടെ ഡെത്തിൻ്റെ അന്നും ഉണ്ടായിട്ടുണ്ട്. ഇയാളെ ബറി ചെയ്യുന്ന സമയത്ത്, കുഴിച്ചിടുന്ന സമയത്ത് ആ ഒരു കുഴിമാടത്തിൽ ഇയാളുടെ ആ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടി ബറി ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ്റെ ഒരു ബയോഗ്രഫി എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ, വളരെ സിമ്പിളാണ്. സോ താങ്ക് യു.